അനുരാഗം. രചന യാദവി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വലിയൊരു മാറ്റാണ് കേട്ടോ. ഇനി കുറച്ച് ട്രീറ്റ്മെന്റ്, കുറച്ച് മരുന്ന്, കുറച്ച് വ്യായാമം, അത്രയേ ഉള്ളൂ ബാക്കി. അത് കഴിഞ്ഞാൽ വീട്ടും ഇടിക്കായിട്ട് ഓടിച്ചാടി നടക്കാം. കുടുംബ ഡോക്ടറാണ് മെറി, വകയിലൊരു ബന്ധു. ഡേവിഡിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ആയുധങ്ങളെല്ലാം മടക്കി പെട്ടിയിലാക്കി. എന്താണ് മേഡം പെട്ടിയിൽ? റോബിൻ വാതിൽക്കൽ വന്ന് അകത്തേക്ക് നോക്കി. ഇതൊക്കെ ഞങ്ങളുടെ പണിയായുധങ്ങളാ രാജാവേ. അവളും വിട്ടുകൊടുക്കാതെ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. റോബിൻ, എങ്ങനെയുണ്ട് വക്കീൽ ജീവിതം? കേസൊക്കെ കിട്ടുന്നുണ്ടോ? മെറീൻ അവനെ നോക്കി. പിന്നില്ലാതെ, കുടുംബത്തിൽ നിറയെ കേസുകളുള്ളപ്പോൾ മറ്റൊരു വക്കീലിന്റെ ആവശ്യമില്ലല്ലോ. ഡേവിഡ് അവനെ നോക്കി. ആ പറഞ്ഞു ശരിയാ, അവന്റെ മിടുക്കുകൊണ്ട്. പക്ഷെ ഡേവിഡിന്റെ കേസ് ഞങ്ങൾ അവനെ ഏൽപ്പിച്ചില്ല. എങ്ങാനും ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കൊച്ചൻ തൂക്കറി കിടന്ന് ആടിയാന്നേ. ഇതിപ്പോ കഴിവുള്ള ഒരുത്തനായതുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹം കൂടിയായപ്പോ അതാണ്ടേ ഇവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. തോമസ് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ റോബിന്റെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. അവൻ ഡേവിഡിനെ രക്ഷിക്കാൻ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാതിരുന്ന് മെറിനിൽ അമർഷമുണ്ടാക്കിയിരുന്നതിനാൽ അവൾ ഉറക്കി ചിരിച്ചു. റോബിൻ ചാടിത്തുള്ളി പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ മെറി മുറ്റത്തോട്ട് വരുന്നുണ്ട്. അവൻ അങ്ങോട്ടേക്ക് ഇറങ്ങി. മെറിൻ എങ്ങനെ വന്ന്? റോബിൻ താല്പര്യത്തോടെ അന്വേഷിച്ചു. ഈ ചായ കൊണ്ടുവന്നു, ഡേവി ചായ. റോബിന്റെ മുഖമിരുണ്ടു. തനിക്കൊക്കെ ബോധമല്ലേ? ഇത്രയും പഠിച്ചല്ലേ? ഒരു ജയിൽ പുള്ളിയോടൊപ്പം വണ്ടി കയറി വരാൻ ധൈര്യം തനിക്കുണ്ടായിരുന്നോ? വെറും കുറ്റമല്ല, കൊലക്കുറ്റ. പോരാത്തതിന് പെണ്ണ് ഗർഭിണി. റോബിൻ മഴ പെയ്യും പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. റോബിൻ, ഇന്നലെ ജനിച്ച ചെറിയ പിള്ളേർക്ക് വരെ ആൽക്കൽ ഡേവിഡിനെ നന്നായിട്ട് അറിയാം. അതങ്ങനെയുടെ കുടുംബമഹിമ കൊണ്ടല്ല, സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഒരു ദിവസം പാതിരാത്രി തീനിൽ ഞാൻ പെട്ടുപോയി. അന്ന് എൻ്റെ അപ്പൻ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഡേവിഡിനെ പറഞ്ഞു വിട്ടു. ഡ്രൈവറാണെന്ന് കരുതി ഞാൻ സീറ്റിൽ ഞെളിഞ്ഞിരുന്ന് സർവ്വ അധികാരങ്ങളും കാണിച്ചു. ഒടുവിലെ രാത്രി മുഴുവൻ പിന്നിട്ട് പിറ്റേന്ന് വെളുപ്പിന് വീട്ടിൽ ചെന്നിറങ്ങുമ്പോൾ അമ്മച്ചി എന്നെ കാന്നുനിറയെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറ്റിയത്. എന്നതാടി നിന്റെ ഡ്രൈവറാണോടി അവനെന്ന് ചോദിച്ച് അപ്പച്ചനും വന്ന് ദേഷ്യത്തിൽ. സാരില്ല ചായ, വെറുതെ കൊച്ചിനെ വഴക്ക് പറയണ്ട. തറവാട്ടിൽ പറഞ്ഞ പെമ്പിള്ളേരാകുമ്പോൾ ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞ പ്ലേറ്റ് എടുത്ത് അമ്മച്ചി ഉണ്ടാക്കി വെച്ച് എന്തൊക്കെയോ വിളമ്പി തിന്നുകൊണ്ട് അമ്മച്ചിയോട് വിശേഷം ചോദിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞു പോയി. അതാണ് അപ്പനോട് ഞാൻ ചോദിച്ച് ആരാണ് അയാളെന്ന്. അന്ന് അപ്പം പറഞ്ഞ് അവനൊരു വിശുദ്ധനാടി, ആലക്കിലെ സാത്താന്മാരെല്ലാം പറയിപ്പിക്കാനുണ്ടായ വിശുദ്ധൻ. അതിപ്പോൾ അപ്പം പറയാതെ തന്നെ എനിക്കറിയായിരുന്നു. 3 പെൺമക്കളുടെ വീട്ടിൽ അദ്ദേഹത്തെ അപ്പം വിളിച്ചു കയറ്റണമെങ്കിൽ ആ വിശ്വാസം വേറെ ലെവലാണെന്ന്. ചിലപ്പോഴേക്കും എനിക്കും തോന്നിയിട്ടുണ്ട് അങ്ങേര് രൂപക്കൂട്ടിലിരിക്കേണ്ട മുതലാണെന്ന്. മെറിൻ ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ഡോ, ഞാനങ്ങോട്ട് കൊണ്ടാക്കാം, റോബിൻ വിളിച്ചു പറഞ്ഞു. വേണ്ട വക്കീൽ സാറേ, അപ്പനത് ഇഷ്ടപ്പെടില്ല. ആലക്കൽ തറവാട്ടിൽ നിന്ന് ഒരുത്തൻ്റെ ഒപ്പം മാത്രം പോകാനുള്ള പെർമിഷനെ വീട്ടിൽ നിന്നുള്ളൂ. ഉറക്കെ പറഞ്ഞുകൊണ്ട് ഗേറ്റ് തുറന്ന് കടന്നു പോകുന്നവളെ ഒരു നിമിഷം നോക്കി നിന്നിട്ട് അകത്തേക്ക് കയറാൻ നിന്ന റോബിന്റെ മുഖത്തെ രക്തം വാർന്നുപോയി വിളറി വെളുത്തു. അവനെ തന്നെ നോക്കി തൂണിൽ കൈകെട്ടി ചാരി നിൽക്കുന്ന ഡേവിഡ്. മെറിൻ വിളിച്ചു പറഞ്ഞ കേട്ടു എന്ന് വ്യക്തം. ആദ്യം നീ ഉണ്ടാക്കിയതിന് മേലും നിനക്കൊരു അപ്പന്റെ അവകാശമുണ്ടെന്ന് ആ കുഞ്ഞു മനസ്സിലെങ്കിലും തോന്നിപ്പിക്കാൻ വഴി നോക്ക്. പിന്നെ ആവാം പുതിയ തേടി വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നു. നിന്റെ വീരസാഹസിക കഥകളെല്ലാം അറിയാം അവൾക്ക്. അതുകൊണ്ട് വെറുതെ പിന്നാലടന്ന് നാണങ്ങിടണ്ട. നീയും നിന്റെ ചേട്ടന്മാർ ഇതുവരെ കണ്ട ഇനല്ലത്. കൂടുതൽ മൂപ്പെടുത്താലേ അവിടെ അപ്പനയാളുടെ വീട്ടിലെ പട്ടിക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നിന്നെ. കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഡേവിഡ് അകത്തേക്ക് നടന്നു. അതിനെന്ത് മറുപടി വേണമെന്നറിയാതെ വേരുറച്ച് നിന്നുപോയി റോബിൻ. സർ, കോൺസ്റ്റബിളിന്റെ ഉറക്കെയുള്ള വിളി കേട്ടാണ് SI കുര്യൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റത്. ഏതെങ്കിലും മേലുദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നി തൊപ്പിയും തലയിൽ ഉറപ്പിച്ചുകൊണ്ട് അയാൾ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങി. എന്താണോ? ചുറ്റുപാടും നിരീക്ഷിച്ച് ആരുമില്ലെന്ന് കണ്ടപ്പോൾ വായിൽ വന്ന തെറികൾ കൊണ്ട് ദിവാകരനെ മൂടുമ്പോൾ കോൺസ്റ്റബിൾ ദിവാകരന് മൊത്തം പ്രത്യേകിച്ച് ഒരു ഭാവം ഉണ്ടായില്ല. ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന അവസ്ഥയിലായിരുന്നു അയാൾ. എടോ, എന്താണ് കാര്യം എന്ന് ചോദിച്ചു കേട്ടില്ലേ? കുര്യൻ വീണ്ടും പല്ലിയടിച്ചുകൊണ്ട് അയാളെ നോക്കി. സാറ് ചോദിച്ചാൽ ഞാൻ കേട്ടു. അതിന് പിന്നാലെ പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ തന്നെ അല്ലായിരുന്നു. അപ്പൊ പിന്നെ അത് കഴിയാവല്ല അങ്ങോട്ട് പറയാൻ പറ്റുമോ? ദിവാകരൻ ഒരു ചെറുപുഞ്ചിരിയോടെ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കുര്യൻ ഉത്തരമുട്ടി അയാളെ നോക്കി. ദിവാകരൻ അങ്ങനെയാണ്. എന്തൊക്കെ കേട്ടാലും കേട്ട ഭാവം നടിക്കയില്ലെന്ന് മാത്രമല്ല, നർമ്മം കലർത്തി തിരിച്ച് മറുപടി പറയുകയും ചെയ്യും. തലപ്പത്ത് ഒരുപാട് പേര് ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അറുത്തുമുറിച്ച് ദിവാകരനെ പിണക്കുന്നതും ബുദ്ധിയല്ല. കുര്യനൊന്ന് മയപ്പെട്ടു. എന്താണോ കാര്യം? അയാൾ കസേര വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു. സാറിന് ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. എത്ര ചോദിച്ചിട്ട് ആരാണെന്ന് പറഞ്ഞില്ല. അതുമാത്രമല്ല, കുര്യൻ സാറിനോട് മാത്രമേ പറയുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞപ്പോൾ സാറിന് അറിയുന്ന ആരാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. ഇപ്പോൾ വിളിക്കും, സാർ ഇവിടെ തന്നെ ഇരിക്കും. കൃത്യം 2-ാം മിനിറ്റിൽ തന്നെ ഫോൺ ശബ്ദിച്ചു. ദിവാകരൻ കോൾ എടുത്ത് റിസീവർ കുര്യനും കൈമാറി. ഹലോ എന്ന് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കുര്യൻ തുടങ്ങിയ സംഭാഷണം പെട്ടെന്ന് രീതി മാറിയതും കുര്യന്റെ മുഖത്തെ വിവിധ ഭാവങ്ങൾ മിന്നിമായതും കണ്ട് ദിവാകരൻ അയാളെ സംശയത്തോടെ നോക്കി നിന്നു. മേശപ്പുറത്ത് താളമിട്ട കുര്യന്റെ വിരൽ നിശ്ചലമാവുന്നു. ഉള്ളംകൈയിൽ പൊടിഞ്ഞ വിയർപ്പിന്റെ നനവ് മേശപ്പുറത്ത് കൈപ്പത്തിയുടെ അടയാളം പോലെ വ്യാപിക്കുന്നതും കണ്ട് ദിവാകരൻ അന്തം വിട്ട് നിന്നു.
എടോ ദിവാകരൻ നോക്കിക്കാ വണ്ടി എടുക്കാൻ പറയടോ. പരിഭ്രമം നിറഞ്ഞ മുഖത്തോടെ SI കുര്യൻ സ്റ്റേഷന്റെ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി. പോലീസ് ഡ്രൈവർ ഷിജു അത് കണ്ട് ഓടിയിറങ്ങി വണ്ടിയെടുത്ത് പെട്ടെന്ന് തന്നെ പോവാൻ തയ്യാറായി. സാറേ എങ്ങോട്ടാ? ആരെയോ ധൃതിപ്പെട്ട് വിളിച്ചുകൊണ്ടിരുന്ന കുര്യൻ ഫോൺ പൊത്തി പിടിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി. ഡോ ആക്ക ഇതൊക്കെ പത്രോസിന്റെ വീട്ടിലേക്ക് വിടറോ വണ്ടി. പിന്നെയും ഫോണിൽ എന്തൊക്കെ അടക്കം പറയുന്ന കുര്യനെ നോക്കിയിട്ട് ഷിജു ദിവാകരനെ നോക്കി. ദിവാകരൻ കണ്ണടച്ചുകൊണ്ട് കൈ ഉയർത്തി പോവാൻ ആംഗ്യം കാണിച്ചു. മുറ്റത്ത് മുളക് നിരത്തിക്കൊണ്ടിരുന്ന അന്നമ്മ ഗേറ്റിനരികിൽ കാഹളം മുഴക്കുന്ന വാഹനത്തെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. ദൂരക്കാഴ്ച കുറവായതിനാൽ വാഹനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർക്ക് വായിക്കാൻ സാധിച്ചില്ല. എന്നാൽ വണ്ടിയിൽ നിന്നിറങ്ങിയ പോലീസാണ് തിരിച്ചറിഞ്ഞു അവർ വേഗം ചെന്ന് ഗേറ്റ് തുറന്നു. അതോടെ വണ്ടി ഉള്ളിലേക്ക് പാഞ്ഞ് കൈതക്കല പോർച്ചിൽ കയറി നിന്നു. ഗേറ്റിൽ പിടിച്ച് കിതപ്പോടെ നിന്നിരുന്ന അന്നമ്മ വേഗം തിരിച്ചു നടന്നു വീട്ടിലേക്ക്. കുരുമുളക് തോട്ടത്തിൽ നിന്നും പണിക്കാർ തലയുയർത്തി നോക്കുന്നത് അവർ കണ്ടു. തോട്ടത്തിൽ നിന്നും ഭർത്താവ് പോലീസുകാരുടെ അരികിലേക്ക് നടന്നപ്പോൾ കാലുകൾക്ക് വേഗം കൂടി. അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന നാൻസി പോലീസ് ജീപ്പാണെന്ന് കണ്ട അകത്ത് തന്നെ നിന്നു. എന്താ സാറേ, എന്താ പ്രശ്നം? പരിഭ്രമം ഉള്ളിലൊതുക്കിക്കൊണ്ട് പത്രോസ് ശാന്തമായി SI കുര്യനെ നോക്കി. മകളുടെ പ്രശ്നമൊഴിച്ചാൽ മറ്റൊരു കാര്യത്തിന് ഈ മുറ്റത്ത് പോലീസ് വരേണ്ട ആവശ്യമില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആന്റണി ഉണ്ടാവത്ത്? കുര്യന്റെ ഉറക്കെയുള്ള ചോദ്യം കേട്ടതും അന്നമ്മയുടെ കൈകാലുകൾ വിറച്ചു. ജനാർക്കൽ നിന്ന് മേഴ്സിയുടെ മുഖത്തും ഭീതി പടർന്നു. എന്നതാ സാറേ കാര്യം? കരയും പോലെയുള്ള സ്വരത്തിൽ അന്നമ്മയുടെ ചോദ്യവും ആകെ പരിഭ്രമിച്ച പോലെയുള്ള ഭാവം കണ്ട് കുര്യനൊന്ന് പുഞ്ചിരിച്ചു. ആ സമയത്ത് തന്റെ മുഖത്തൊരു പുഞ്ചിരി വിടുന്നില്ലെങ്കിൽ ആ സ്ത്രീ തളർന്ന് താഴെ വീണു പോകുമെന്ന് അയാൾക്ക് തോന്നി. മുമ്പൊരിക്കൽ ഒരു കേസിന്റെ ആവശ്യത്തിന് പോയപ്പോൾ പരിഭ്രമം കയറി തനിക്കുമ്പിൽ കുഴഞ്ഞു വീണ സ്ത്രീയെ ഓർമ്മ വന്നു. മൊഴിയെടുക്കാൻ പോയ താൻ പിന്നെ മുകളിലോട്ട് വിളിച്ച് എല്ലാത്തിനും വിശദീകരണം കൊടുത്തതിന് ശേഷമാണ് ജോലിക്ക് കയറാൻ പറ്റിയത്. ഏയ് പേടിക്കാനൊന്നുമില്ല അമ്മച്ചി. ജാൻസിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആന്റണിയോടായിരുന്നു. കേസിന്റെ വിശദവിവരങ്ങളും കാര്യകാരണങ്ങളൊക്കെ ഇടയ്ക്കിടെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരു സുപ്രധാന തെളിവ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ജാൻസിയായിട്ട് വളരെ അടുപ്പുള്ളവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അതിപ്പോൾ ആന്റണിയോടൊന്ന് പറയാമെന്ന് കരുതിയാ വന്നത്. കുര്യൻ ശാന്തമായി സ്ഥിതിഗതികൾ വിവരിച്ചു കൊടുത്തു. ആ വരുമ്പോൾ സ്റ്റേഷനിലോട്ട് വരാൻ പറയാം സാറേ. പത്രോസ് കുര്യനെ നോക്കി. ക്ഷമിക്കണം, അത് പറ്റില്ല. നിങ്ങളൊന്നുകിൽ ഞങ്ങൾക്കൊപ്പം വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിനെ ഞങ്ങൾ ഫോളോ ചെയ്യണം. സ്റ്റേഷനിലോട്ട് വന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. ദയവായിട്ട് സഹകരിക്കണം. മുകളിൽ നിന്നൊക്കെ ഒരുപാട് പ്രഷർ ഉണ്ടായിട്ടുണ്ട് ഈ കേസിൽ. അതുകൊണ്ട് ചെറിയ വീഴ്ചകൾ പോലും ഞങ്ങളുടെ ജോലിയെ സാരമായിട്ട് ബാധിച്ചേക്കാം. കുര്യൻ സൗമ്യമായി അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. അന്നമ്മേ, മേഴ്സിയോട് പറ ആന്റണിയെ വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരാൻ. നീയും പോയി തയ്യാറാവും. നമ്മൾ കാരണം ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. പറഞ്ഞുകൊണ്ട് പോവാൻ തയ്യാറാൻ വേണ്ടി അകത്തേക്ക് കയറും മുമ്പ് പത്രോസ് പോലീസുകാരെ നോക്കി. അവൻ വരും വരെ അവിടെ നിൽക്കണ്ട, അകത്തോട്ട് കയറിയിരിക്കാം. കുര്യനും തലവിലുക്കി. ചുറ്റുപാടും തോട്ടപ്പണിക്ക് നിൽക്കുന്നവരുടെ നോട്ടവും ഭാവവും കാണുമ്പോൾ അത് തന്നെയാണ് നല്ലതെന്ന് അയാൾക്കും തോന്നിയിരുന്നു. നാൻസി വേഗം അടുക്കളയിലേക്ക് നടന്നു. 4 പേർക്കുള്ള ചായ തയ്യാറാക്കി ഉമ്മറത്തേക്ക് വന്നപ്പോൾ പത്രോസ് തയ്യാറായി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. വായുവിലെ ഏലക്കയുടെ ഗന്ധം പരന്നപ്പോൾ കുര്യൻ പത്രത്തിൽ നിന്ന് തല ഉയർത്തി നോക്കി. ആവി പറക്കുന്ന ചൂട് ചായയുമായി വരുന്ന നാൻസിയെ അടിമുടിയെന്ന് നോക്കിക്കൊണ്ട് അയാൾ ട്രേയിൽ നിന്നൊരു കപ്പ് എടുത്ത് ചുണ്ടോട് ചേർത്തു. നാവിന്റെ രുചിമുകളങ്ങളെ പ്രസാദിച്ച ഒരു തുള്ളിൽ മിഴികളൊന്ന് വിടർന്നു. നല്ല ചായ. കുര്യൻ പറഞ്ഞു കേട്ട് ദിവാകരനും ഷിജുവും പരസ്പരം നോക്കി. നല്ലതൊന്നും വരുന്ന നാവല്ല അയാളുടേത്. നാൻസി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അകത്തേക്ക് നടന്നു. നാൻസി മോളെ, നീ ഒരുങ്ങിക്കോ, അമ്മച്ചിക്കൊരു സമാധാനത്തിന്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആന്റണിയുടെ ജീപ്പ് പുറത്തു നിൽക്കുന്ന സ്വരം കേട്ട് മേഴ്സി മുറ്റത്തേക്ക് പാഞ്ഞു. പതിവ് പോലെ തൊട്ടുരുമിന്ന് വിശേഷം പറയാൻ വന്നവളെ പാടെ അവഗണിച്ച് അവൻ അകത്തേക്ക് പാഞ്ഞു. സാറേ? കുര്യൻ പത്രത്തിൽ നിന്ന് മുഖമുയർത്തി. ആന്റണി വന്നോ? താഴ്ന്നു പുറത്തേക്ക് വന്നേ, എനിക്കൊരു സംസാരിക്കാനുണ്ട്. പറഞ്ഞതിനൊപ്പം കുര്യൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നാലെ ആന്റണി. എന്താ സാറേ, എന്താ പ്രശ്നം? ഈ കേസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടായി ഇങ്ങോട്ട് വരേണ്ടത് ഞാൻ പറഞ്ഞല്ലേ. വേറൊന്നും കൊണ്ടല്ല, അമ്മച്ചി അപ്പച്ചനും പാവങ്ങളാ. ആ കൊച്ചു പോയതിനെ അവർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളാരും ഇവിടെ അവരെ ഒന്നും ഓർപ്പിക്കാറില്ല. അമ്മച്ചിക്ക് ആർട്ടിൻ്റെ അസുഖങ്ങളുണ്ട്, അങ്ങോട്ട് എളുപ്പത്തിൽ പറയാൻ പറ്റിയ അവസ്ഥയല്ല. ഫോം വിളിച്ചാൽ മതിയായിരുന്നല്ലോ സാറേ. ഇവരെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നേനെ. ആന്റണി പരിഭ്രാന്തിയുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എടോ, ഫോം വിളിക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ ഫോം വിളിക്കാൻ പറ്റൂ. അല്ലാണ്ട് നേരിട്ട് വന്ന് കണ്ടു പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് തന്നെയല്ലേ പറയാൻ പറ്റൂ. മാത്രമല്ല, കൊച്ചു മരിച്ച കാര്യം നിങ്ങളെല്ലാവരും അംഗീകരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനും അമ്മയും അറിയേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് അവരോട് തന്നെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. അതിപ്പോൾ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ. എന്നാലും ഇപ്പോൾ വന്ന കാര്യത്തിന് നിങ്ങളാരെയും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായി പോയി. അതുകൊണ്ടാണ് നേരിട്ട് വീട്ടിലേക്ക് തന്നെ വന്നത്. കുര്യൻ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ ചേർത്തു. അതെന്താ സാറേ അങ്ങനെ ഒരു കാര്യം? ഈ കൊച്ചു തെങ്കാശിയിലാണോ പഠിച്ച്? കുര്യൻ ആന്റണിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അല്ല സാറേ, പഠിക്കാൻ പോയതല്ലായിരുന്നു. ഇവിടെ പഠിച്ച എന്തോ ഒരു കോഴ്സിൻ്റെ പ്രാക്ടീസിന് പോയിരുന്നു. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി. അവിടെ ഒരു ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയിലായിരുന്നു. എല്ലാ ആഴ്ചയും വീട്ടിൽ വരാറുണ്ടായിരുന്നു. എന്നാ സാറേ കാര്യം? ആന്റണി പാപ്പോടെ കുര്യനെ നോക്കി.
തെങ്കാശി പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ജാൻസി കൊലക്കേസിനെ കുറിച്ച് അവർക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. വെറൊരു സൂചനയല്ല, ശക്തമായൊരു തെളിവ്. ഒരു പയ്യനാ സ്റ്റേഷനിൽ വന്ന് ഇതേപ്പറ്റി സംസാരിച്ചിരിക്കുന്നത്. ആളവിടെ ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞവനാ. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അറിയിക്കാതെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാനാണ് തെങ്കാശി പോലീസിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് അവിടെ വരെ ഒന്ന് പോവേണ്ടി വരും. ഇത്തവണ ആന്റണി ശരിക്കും ഞെട്ടി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വാർത്തയാണ് കേട്ടെന്നുള്ള ഭാവം അവന്റെ മുഖത്തുനിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എന്താ അവൻ പറയുന്നു? ആന്റണിയുടെ കണ്ണുകളിടുങ്ങി. കുര്യന്റെ കണ്ണുകൾ മറുപടിയില്ലാതെ ആന്റണിയുടെ മുഖത്ത് തറച്ചു നിന്നു. ഒരു പുക കൂടി ഉള്ളിലേക്കെടുത്ത് കവിളിൽ നിറച്ച് പുറത്തേക്ക് ഊതിയ ശേഷം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ജാൻസിയെ കൊന്ന അവനാണെന്ന്. കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാത്ത അരിച്ചു നിന്നുപോയി ആന്റണി. തൊട്ട് പിന്നിലൊക്കെയും കേട്ടുകൊണ്ട് നടുങ്ങി നിന്നു അലൂഷിയും. പോവാൻ സാറേ. പിന്നിൽ നിന്ന് പത്രോസിന്റെ ശബ്ദം കേട്ട് ആന്റണി ഞെട്ടിത്തിരിഞ്ഞു. ഞങ്ങൾ എൻ്റെ വണ്ടി വന്ന പോലെ സാറേ. ആന്റണി കുര്യനെ നോക്കി. മതി, ഞങ്ങൾക്ക് പിന്നാലെ പോര് പറഞ്ഞുകൊണ്ട് അയാൾ ജീപ്പിലേക്ക് കയറി. യാത്ര തുടങ്ങി പകുതിയായപ്പോൾ നാൻസി ആന്റണിയെ നോക്കി. അവർ നമ്മളെന്തിനാ കൊണ്ടുപോകുന്നെന്ന് വല്ലതും പറഞ്ഞു വെച്ചായ? അത് കേൾക്കി ആന്റണി പകച്ചുകൊണ്ട് അലൂഷിയെ നോക്കി കണ്ണടച്ചു. ഒന്നും പറഞ്ഞില്ല, ഇനിയിപ്പോ കൂടുതൽ എന്നാ പറയാനാ, അങ്ങോട്ട് പോവല്ലേ? ആന്റണിയുടെ സ്വരത്തിൽ ഇഷ്ടക്കേട് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്നമ്മ മകളെ നുള്ളി. പിന്നെ നാൻസി ഒന്നും മിണ്ടിയില്ല. 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കാട് പോലെ തോന്നിപ്പിക്കുന്ന വഴിയിലൂടെ ആ സ്റ്റേഷനിലെത്തുമ്പോൾ പുറത്തിരിക്കുന്ന സ്ത്രീയിൽ നാൻസിയുടെ കണ്ണുകളുടക്കി. ആന്റണി അലൂഷി ഒഴികെ ബാക്കിയുള്ള മിഴികളിൽ അമ്പരപ്പ് നിറഞ്ഞു. എല്ലാവരും കയറുക. പുറത്തുനിന്നൊരു പോലീസുകാരൻ കുര്യനെ സല്യൂട്ട് അടിച്ച ശേഷം എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. സ്റ്റേഷന് മുന്നിൽ പിടിച്ചിട്ടിരിക്കുന്ന തടിയും പലതരത്തിലുള്ള തുരുമ്പ് പിടിച്ച വണ്ടികളും ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അകത്ത് വളരെയധികം വൃത്തിയും വെടിപ്പും ഉണ്ടായിരുന്നു. പോലീസുകാരൻ ചൂണ്ടിക്കാണിച്ച ക്യാബിൻ തുറന്ന് വിശാലമായ ഹാളിലെ കസേരകളിൽ എല്ലാവരും ഇരുന്നു. നിരത്തിയിട്ട കുറച്ച് കസേരകൾക്ക് മുന്നിലായി ഒരു കസേരയും ഒരു മേശയും ഉണ്ടായിരുന്നു. മുകളിൽ വലിയൊരു ലൈറ്റ് തെളിഞ്ഞു കിടന്നു. അല്പനേരം കഴിഞ്ഞ ശേഷം സാമാന്യത്തിലേറെ പൊക്കവും അതിനൊത്ത ശരീരമുള്ള ഒരു മനുഷ്യനകത്തേക്ക് കയറി വന്നു. പോലീസുകാർ അയാളെ കണ്ട് സല്യൂട്ട് അടിച്ചു. SI കുര്യൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. നാൻസി ആ മുഖത്തേക്ക് തുറിച്ച് നോക്കിയിരുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിസ്തരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വ്യക്തികളും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അയാളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. മുഖത്ത് ഗൗരവഭാവമാണെങ്കിലും സംസാരം വളരെ സൗമ്യമായിരുന്നു. എത്തിയിട്ടുണ്ട് സർ, കുര്യൻ അതിവിനയത്തോടെ പറഞ്ഞു. താൻ കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അയാൾ ചോദിച്ചുകൊണ്ട് കുര്യന് നേരെ തിരിഞ്ഞു. ഇല്ല സർ, ഇതാ കുട്ടിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് അമർത്തി മൂളി കുര്യനോട് കൈകൊണ്ടിരിക്കാൻ കാണിച്ച ശേഷം അയാൾ എല്ലാവർക്കും മുമ്പിലേക്ക് വന്നു. ശരി, ഞാൻ തന്നെ പറയാം. എൻ്റെ പേര് പ്രതാപ പെരുമാൾ. ഈ സ്റ്റേഷനിലെ ഇൻചാർജ് എനിക്കാണ്. കേരളത്തിൽ നടന്ന ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് താനെന്ന് പറഞ്ഞാണ് ആ ചെറുപ്പക്കാരൻ വന്ന് കയറിയത്. സ്വാഭാവിക ബുദ്ധിയുള്ള ഒരാളെ പോലെ ആയിരുന്നില്ല അവൻ്റെ പെരുമാറ്റം. ഒരുമാതിരി മാനസിക വിഭ്രാന്തിയുള്ള ഒരാളെ പോലെ. ഞങ്ങൾ ആദ്യം അത് വിശ്വസിച്ചിരുന്നില്ല. കാരണം പ്രാഥമിക അന്വേഷണങ്ങളിൽ ഇവിടുത്തെ അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ഒരു തറവാട്ടിലെ ഇളം തലമുറയാണ് അവൻ. പുറത്ത് പഠിക്കാൻ പോയി കിട്ടിയ ലഹരി ദുശീലൊഴിച്ച് മറ്റു ക്രിമിനൽ കേസുകളൊന്നും ഇതുവരെ അവൻ്റെ പേര് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഉള്ളിൽ ചെന്ന ലഹരിയുടെ വിഭ്രാന്തി എന്നാണ് ആദ്യം കരുതിയതെങ്കിലും അവൻ പറഞ്ഞ കാലയളവിലുണ്ടായ കേരളത്തിലെ കൊലക്കേസുകളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളൊന്ന് അന്വേഷിക്കുക കൂടി ചെയ്തു. എല്ലാ കേസുകളിലും വ്യക്തമായ തെളിവുകളോടെ പ്രതികളെ ലഭിച്ചിട്ടുള്ള കേസുകളായിരുന്നു അവയെല്ലാമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പൂർണ്ണമായി ഇവന്റെ ഭ്രാന്തി നേർത്തി ഞങ്ങൾ തള്ളിക്കളഞ്ഞു. എന്നാൽ ജാൻസി വധക്കേസിനോടനുബന്ധിച്ച് മലയാള മാധ്യമങ്ങളിൽ വന്ന പത്രവാർത്തകളും ഇവൻ കേരളത്തിൽ വന്നതിന്റെ തെളിവുകളും ജാൻസിയോട് സംസാരിച്ച റെക്കോർഡുകളും അവർ തമ്മിലുണ്ടായിരുന്ന പ്രണയത്തിന്റെ രേഖകൾ ഹാജരാക്കിയപ്പോൾ അന്വേഷിക്കാതെ തരവില്ലെന്നായി. അതോടെ ഞങ്ങൾ ഈ കേസ് വരുന്ന സ്റ്റേഷൻ പരിധിയിൽ വിവരം അറിയിച്ചു. ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടേക്ക് വരുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ വ്യക്തി അറിയാമോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു നടപടിയാണിത്. തന്റെ പ്രണയപ്പകയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രതി പറയുന്നുണ്ട്. ഒരിക്കലെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആ കുട്ടിയായിട്ട് ഈ വ്യക്തിക്ക് ബന്ധമുണ്ടോ എന്ന് തിരിച്ചറിയാതെ ഞങ്ങളിത് മൂവ് ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ദയവായി സഹകരിക്കുക. കേട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാതെ പകപ്പോടെ പത്രോസും അന്നമ്മയും പരസ്പരം നോക്കി. നാൻസിയുടെ രൂക്ഷമായ നോട്ടം തന്നെ തേടിയെത്തിയപ്പോൾ അന്നമ്മയുടെ ഉള്ളിൽ ഭീതി നിറഞ്ഞു. അവരുടെ മുഖം ദയനീയമായി. അയാൾ അനുമതിക്ക് കാത്തു നിൽക്കുമ്പോൾ എല്ലാവരെയും നോക്കി. എല്ലാവരും യാന്ത്രികമായി തലകുലുക്കി. റോഷ്! അയാളുടെ ഗംഭീര ശബ്ദം മുഴങ്ങിയപ്പോൾ വാതിലിന്റെ ഒരു പാളി തുറന്ന് അകത്തേക്കാരോ എത്തി നോക്കി. വാതിലിന്റെ താഴ്ഭാഗത്തുകൂടി അയാളുടെ ബൂട്ട് ധരിച്ച കാലുകൾ കാണാൻ കഴിയുമായിരുന്നു. പ്രതി എങ്ങോട്ട് കൊണ്ടുവന്നോളൂ. നിശബ്ദതയിൽ പെരുമാളുടെ സ്വരം മുഴങ്ങി കേൾക്കവേ തൊണ്ട വരളും പോലെ തോന്നി നാൻസിക്ക്. ശ്വാസം പോലും എടുക്കാൻ മറന്നിരിക്കുന്ന കുറച്ച് മനുഷ്യരുടെ ഹൃദയമിടിപ്പ് ഉയർത്തിക്കൊണ്ട് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. നഗ്നമായ മെലിഞ്ഞ പാദവും നീണ്ട വിരലുകളുമാണ് ആദ്യം നാൻസിയുടെ കണ്ണിൽപ്പെട്ടത്. മുഖമുയർത്തി നോക്കവേ അവന്റെ നിർവികാരമായ കണ്ണുകളിൽ മറച്ചുകൊണ്ട് മുന്നോട്ട് കിടക്കുന്ന ചുരുണ്ട മുടിയിഴകളിലും നാൻസിയുടെ നോട്ടം പതിഞ്ഞു.
അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.